ഹലോ വ്യൂവേഴ്സ്, എല്ലാവർക്കും പോപ്പ് കിസ് ഗ്യാരേജിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സുബിൻ മാത്യു. ഈ ഒരു ചാനലിലെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണിത്. സോ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഈ ഒരു ചാനൽ റിലേറ്റ് ചെയ്യുന്നത് ആക്ച്വലി ഡൈകാസ്റ്റ് മോഡൽസ് അല്ലെങ്കിൽ മിനിയേച്ചേഴ്സ് അല്ലെങ്കിൽ സ്കെയിൽ മോഡൽസ് എന്നൊക്കെ വിളിക്കുന്ന പല പല ഡൈകാസ്റ്റുകളുണ്ട്. ഡൈകാസ്റ്റ് കാർസ് അല്ലെങ്കിൽ ഡൈകാസ്റ്റ് ട്രക്സ് അല്ലെങ്കിൽ ഡൈകാസ്റ്റ് ബൈക്സ്, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ എല്ലാം ഒരു കളക്ഷൻസാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. എൻ്റെ ഒരു ഹോബി എന്ന് പറയുന്നത് ഇത് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ കുറച്ച് നാളായിട്ടുള്ള എൻ്റെ കളക്ഷൻസ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഡൈകാസ്റ്റ് കാർസ് അല്ലെ മോഡൽസ് ഇഷ്ടപ്പെടുന്ന ഒട്ടനവധി ആൾക്കാരുണ്ട്. എന്നെക്കാട്ടിൽ ഒരുപാട് കളക്ഷൻസ് ഉള്ള ഒരുപാട് വേറെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ കയ്യിൽ കുറച്ച് റെയർ കളക്ഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ സ്പെഷ്യൽ എഡീഷൻ കളക്ഷൻസ് ഉണ്ട്. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. സോ ഈ ഒരു ചാനലിൽ ആക്ച്വലി ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ കുറച്ച് അൺബോക്സിങ് വെക്കുന്നുണ്ട്, അതുപോലെ തന്നെ കുറച്ച് റിവീലിങ് വെക്കുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ, ഒട്ടനവധി കാര്യങ്ങളെന്ന് വേണേൽ പറയാം. അതെല്ലാം ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പൂർണ്ണമായ സപ്പോർട്ടും സഹകരണവും ഉണ്ടെങ്കിൽ മാത്രം നടക്കുകയുള്ളൂ എന്നെ കൊണ്ട്. സോ ഈ ഒരു ചാനലിൽ നമ്മൾ ഇടുന്ന പോസ്റ്റുകൾ നിങ്ങളിലേക്ക് മാക്സിമം റീച്ച് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാൻ നോക്കുക. പിന്നെ വേറൊരു റിക്വസ്റ്റ് ഉള്ളത്, എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുകുറ്റങ്ങൾ ചിലപ്പോൾ വന്നിട്ടുണ്ടാകാം, അതൊക്കെ നിങ്ങൾ സജഷൻസായിട്ട് അറിയിക്കുക. എനിക്ക് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സജഷൻസായിട്ട് നിങ്ങളങ്ങനെ അറിയിക്കുക ഒരു കമൻറ്റ് ത്രൂ. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ഫസ്റ്റ് വണ്ടി, ഇതെൻ്റെ കളക്ഷൻസിൽ കുറച്ച് നാളായിട്ടുള്ളതാണ്. ആ ഒരു കളക്ഷൻസിൽ നിന്നും എൻ്റെ ഫസ്റ്റ് വണ്ടി ഞാൻ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്. അതുകൂടാതെ തന്നെ എൻ്റെ ഒരു കളക്ഷൻസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ, ഏതൊക്കെ സ്കെയിൽസ് ആണ് എൻ്റെ കളക്ഷൻസ് എന്ന് പറയുവാണെങ്കിൽ, എൻ്റെ കയ്യിലുള്ളത് 1:18 ആണ് ഞാൻ കൂടുതലായിട്ടും കളക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റുള്ള സ്കെയിൽസും എൻ്റെ കയ്യിൽ ഇല്ല എന്നല്ല, മറ്റുള്ള സ്കെയിൽസും എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ്, ഞാൻ കളക്ട് ചെയ്യുന്നുണ്ട്. എന്നാലും ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത് 1:18 സ്കെയിലാണ്. ഓക്കെ, അതുകൂടാതെ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്, നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു 1:12 സ്കെയിൽ മോഡലാണ്. എൻ്റെ കയ്യിൽ ആകെ 1:12 സ്കെയിലിൽ ഒരു കാറെന്ന് പറയുന്നത് അത് മാത്രമേ ഉള്ളൂ. അത് അതേപോലെ തന്നെ ഫേവറേറ്റാണ്, അതേപോലെ തന്നെ സ്പെഷ്യലാണ്. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും ഭയങ്കര സ്പെഷ്യലാണത്. ഞാനത് എന്താ പറയുന്നത്, അത് വർണ്ണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്കത് വാക്ക് കിട്ടാത്ത രീതിയിൽ വർണ്ണിക്കേണ്ടി വരും. അത്രയ്ക്ക് സ്പെഷ്യലാണ് എല്ലാവർക്കും. ആദ്യം തന്നെ ഞാൻ ആ വണ്ടി കളക്ട് ചെയ്തത് എങ്ങനെ, ഞാൻ എത്ര രൂപയ്ക്ക് അത് മേടിച്ചു എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം നിങ്ങളെ ആ വണ്ടി ഞാൻ പരിചയപ്പെടുത്താം. ഓക്കെ, ഞാൻ ആക്ച്വലി താമസിക്കുന്നത് UK-യിലാണ്. ഞാൻ ഈ വണ്ടി കളക്ട് ചെയ്യാനായിട്ട് UK-യിൽ നിന്നാണ് ഞാൻ ഈ വണ്ടി കളക്ട് ചെയ്യുന്നത്. ഇത് ഞാൻ കളക്ട് ചെയ്യാനായിട്ട് എങ്ങനെ ഇത് ഞാൻ കണ്ടുപിടിച്ചു എന്ന് പറയുന്നത്, ഞാൻ eBay വഴിയാണ് ഞാൻ ഈ ഒരു കാറ് ഞാൻ സെലക്ട് ചെയ്തത്. eBay വഴി നമ്മൾ ബിഡിങ് ഓപ്ഷൻ, നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, eBay ഉപയോഗിക്കുന്നവർക്കൊക്കെ അറിയാം, eBayയിൽ ബിഡിങ് ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ബിഡ് ചെയ്താണ് ഞാൻ ഈ വണ്ടി മേടിക്കുന്നത്. എറൗണ്ട് ഞാൻ ഈ വണ്ടിക്ക് വേണ്ടി ബിഡിങ്ങിൽ മുടക്കിയത് എറൗണ്ട് 19,000 റുപ്പീസ് അല്ലെങ്കിൽ 190 പൗണ്ട്സ് എന്ന് പറയാം. ഇത്രയും എമൗണ്ടാണ് ഞാൻ ആ ഒരു വണ്ടിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വണ്ടിയുടെ ബിഡിങ് സ്റ്റാർട്ട് ചെയ്തത് ഏറ്റവും ലോവസ്റ്റ് പ്രൈസിലാണെങ്കിലും ഒരുപാട് ബിഡേഴ്സ് ഈ ഒരു വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരുപാട് പേര് ഈ ഒരു മോഡലിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം എറൗണ്ട് ഒരു 6 days ബിഡിങ് ആയിരുന്നു ആക്ച്വലി നടന്നിരുന്നത്. അപ്പം ആൾക്കാർ ഇങ്ങനെ വാച്ച് ലിസ്റ്റിൽ കിടക്കുവാണ്, എന്ന് വെച്ചാൽ ഇങ്ങനെ നോക്കി നിൽക്കുവാണ് ഇതിൻ്റെ എൻഡ് ഡേറ്റിൽ, എൻഡ് ടൈമിങ്ങിൽ ബിഡ് ചെയ്യാനായിട്ട്. അങ്ങനെ ഞാനും നോക്കിയിരുന്നു. എനിക്ക് ഒരു കാരണവശാലും ഇത് വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല, എനിക്കിത് വേണം എന്നുള്ള അത്രയ്ക്കൊരു ചലഞ്ചിങ് മൊമെൻറ്റിലാണ് ഞാൻ നിന്നത്. ഞാൻ ഓർത്ത് എത്രയാണെങ്കിലും ഞാനത് മേടിച്ചിരിക്കും എന്നുള്ളൊരു വാശി എനിക്കുണ്ടായിരുന്നു. ഫൈനലി ഏറ്റവും അവസാന സെക്കൻഡിൽ, എറൗണ്ട് 5 or 6 seconds ഞാൻ ബിഡ് ചെയ്തു. ഞാൻ ഇട്ടത് 250 പൗണ്ടാണ് ഞാൻ ബിഡിങ് കൊടുത്തത്. പക്ഷേ എറൗണ്ട് 195 ബിഡ് എറൗണ്ട് ക്ലോസ് ആയി. കാരണം വെച്ചാൽ എൻ്റെ ഓഫറിനെ മേളിലോട്ട് ആരും വരാഞ്ഞത് കൊണ്ട് തന്നെ ഏറ്റവും ലാസ്റ്റ് ഇട്ടത് 195 ആയതുകൊണ്ട് ആ ഒരു എമൗണ്ടിൽ തന്നെ എനിക്കത് കിട്ടുകയും ചെയ്തു. സോ ഞാൻ ഭയങ്കര ഹാപ്പിയായി, ഭയങ്കര എക്സൈറ്റഡ് ആയി. ഫസ്റ്റ് ഓഫ് ഓൾ എന്നുവെച്ചാൽ ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തതല്ല ഈ ഒരു മോഡൽ എൻ്റെ കയ്യിൽ വരും എന്ന് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. അപ്പം ഇത് എറൗണ്ട് നടക്കുന്നത് രാത്രി
രാത്രിയിലാണ് ഈ ഒരു ബിഡിങ് നടക്കുന്നത്. ബിഡിങ് ക്ലോസ് ചെയ്തു. ഓൺ ദ സ്പോട്ടിൽ ഞാൻ സെല്ലറിനെ കോൺടാക്ട് ചെയ്തു. ഞാൻ പറഞ്ഞു എനിക്ക് എത്രയും പെട്ടെന്ന് അത് വേണം. അതുകൊണ്ട് ഞാൻ ആദ്യം ആ വ്യക്തിയോട് ചോദിച്ചത്, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് എന്നാണ് ഞാൻ ആ വ്യക്തിയോട് കോൺടാക്ട് ചെയ്തപ്പോൾ ചോദിച്ചത്. അപ്പോൾ ആ വ്യക്തി എന്നോട് പറഞ്ഞത്, ഞാൻ ഇന്ന ഒരു സ്ഥലത്താണ്. ഓക്കെ, ഞാനപ്പോൾ അത് സെർച്ച് ചെയ്ത് മാപ്പിൽ നോക്കിയപ്പം ഞാൻ നിൽക്കുന്ന വീടും എൻ്റെ സ്ഥലവും ആ സ്ഥലമായിട്ട് അറൗണ്ട് ഒരു 1-1.25 മണിക്കൂറിൻ്റെ യാത്രയേ ഉള്ളൂ. ഞാൻ അപ്പം തന്നെ ആ വ്യക്തിയോട് പറഞ്ഞു, ഓക്കെ ഞാൻ ഇപ്പോൾ വന്നാൽ എനിക്കിത് കളക്ട് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ആൾ എന്നോട് പറഞ്ഞു, അത് ഞാൻ നിങ്ങൾക്ക് കൊറിയർ ചെയ്താൽ പോരെ. പക്ഷേ എനിക്ക് ആക്ച്വലി അതിനുള്ള ക്ഷമയില്ല. ഞാൻ പറഞ്ഞു, അല്ല ഞാൻ വന്ന് കളക്ട് ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഓക്കെ എന്നാലും ഈ ഒരു രാത്രിയല്ലേ എന്നൊക്കെ ആളിങ്ങനെ കുറേ മുട്ടാപ്പോക്കൊക്കെ പറയാൻ നോക്കിയപ്പോഴും ഞാൻ പറഞ്ഞു, പ്ലീസ് ലിസൺ, എനിക്കത് വേണം, അത്രയ്ക്ക് അത്യാവശ്യമാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആളിനെ ഫോഴ്സ് ചെയ്തപ്പോൾ ആൾ എന്നോട് പറഞ്ഞു, ഓക്കെ ഫൈൻ എന്നാൽ പിന്നെ നിങ്ങൾ വരൂ എന്ന് പറഞ്ഞ് ആളുടെ പോസ്റ്റ് കോഡ് എനിക്ക് തന്നു. ഞാൻ അപ്പം തന്നെ ഓൺ ദ സ്പോട്ടിൽ വണ്ടി എടുത്ത് ഞാൻ ഇവിടുന്ന് ഇറങ്ങി. ഞാൻ ആൾക്ക് എൻ്റെ ലൈവ് ട്രാക്കിംഗ് ലൊക്കേഷനും കൊടുത്തു. ഞാൻ വരുന്നതെന്ന് വെച്ചാൽ ആൾക്ക് ഇനി അതിനകത്തൊരു ഡൗട്ട് വേണ്ടല്ലോ എന്നുള്ള ചിന്താഗതിയിൽ ഞാൻ അത്രയ്ക്ക് ജെനുവിനായിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഞാൻ ഇവിടുന്ന് പോയി. അന്നത്തെ ഒരു ദിവസത്തിൻ്റെ യാത്ര എന്ന് പറയുന്നത് ലൈക്ക് ഭയങ്കര ഫോഗ്, റോഡ് കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഫോഗായിരുന്നു. അതൊന്നും ഞാൻ കൂട്ടാക്കുന്നില്ല. എൻ്റെ മൈൻഡിൽ ആകെ ഇത് മാത്രമേ ഉള്ളൂ, എനിക്കത് പോയി കളക്ട് ചെയ്യണം, ഇത് മാത്രമാണ് എൻ്റെ അജണ്ട. അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെയോ ഞാൻ ആ ഫോഗിൽ അങ്ങനെ വണ്ടി ഓടിച്ച് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സർപ്രൈസ് അവിടെ നിന്നാണ്. കാരണം വെച്ചാൽ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ് ആളുടെ വീട് കണ്ടപ്പം ഒരു മാസീവ് വീട്, ഒരു രക്ഷയില്ലാത്തൊരു വീട്. അപ്പോൾ ഞാൻ അന്നേരം ഓക്കെ ഫൈൻ, ഞാൻ അന്നേരം മനസ്സിലാക്കിയോ ആള് കുറച്ച് റിച്ചാണ് എന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ ആള് എന്നോട് പറഞ്ഞു ഭാഗത്തേക്ക് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ആള് നോർമലി നമ്മളെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രണ്ട് ഡോർ വഴിയല്ലേ പോകുന്നത്. ആളെന്നെ ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുപോയത് ബാക്ക് ഡോറിൽ എക്സ് ഗ്യാരേജിലേക്കാണ് കൊണ്ടുപോയത്. അപ്പം ഗ്യാരേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ഒരു വീടിൻ്റെ അത്രയുണ്ട് പുള്ളിക്കാരൻ്റെ ഒരു ഗ്യാരേജ് എന്ന് പറയുന്നത്. ഒരു അത്രയും മാസീവ് സൈസ് ഓഫ് ഗ്യാരേജാണ്. അത് കൂടാതെ കുറേ ഗാർഡൻ ഏരിയ പോലെ വേറെയുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് എൻട്രി ചെയ്തപ്പം ഞാൻ കാണുന്നത് കുറേ BBSൻ്റെ അലോയ്സ് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ അത് ഓക്കെ പുള്ളിക്കാരൻ ഈ എന്താ പറയുന്നത് മോഡിഫിക്കേഷൻ ലൈക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും വർക്കുകൾ എല്ലാം നടത്തുന്നുണ്ടാവും. പുള്ളിക്കാരൻ അടുത്ത സെക്ഷൻ ലൈറ്റ് ഇട്ടപ്പോഴത്തേനും കുറേ BMW നിരന്ന് കിടക്കുന്നു. അതും പഴയ വണ്ടികൾ, റെയർ കളക്ഷൻസ് വണ്ടികൾ ഇങ്ങനെ നിരന്ന് കിടക്കുന്നു. ഞാൻ ഷോക്കായിട്ട് ഞാൻ ചോദിച്ചു, ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഓട്ടോമോട്ടീവായിട്ടുള്ള ബിസിനസ് വല്ലതും ആണോ, അതോ എന്തെങ്കിലും ഡീറ്റെയിലിംഗ് കമ്പനി അങ്ങനെ എന്തെങ്കിലും ഷോപ്സൊക്കെ ആണോ എന്നൊക്കെ ചോദിച്ചാൽ പറഞ്ഞു, നോ ഇതെൻ്റെ കളക്ഷൻസാണ്. ഞാൻ ശരിക്കും എന്താ പറയുന്നത്, നമ്മൾ ഡൈക്കാസ് കാർസ് കളക്ട് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആൾ റിയൽ കാർ കളക്ട് ചെയ്യുന്ന ആൾ. ഞാൻ ഇങ്ങനെ ഷോക്കായി. അതും മോഡിഫൈഡ് ചെയ്ത് എല്ലാം വെടിക്കെട്ട് വണ്ടികൾ ഇങ്ങനെ കിടക്കുന്നു. ഞാൻ അപ്പോൾ ചോദിച്ചു, ഓക്കെ ഇതെല്ലാം ബ്രോയുടെ വണ്ടിയാണോ? അപ്പോൾ പറഞ്ഞു, യെസ് ഇതെല്ലാം എൻ്റെ വണ്ടിയാണ്, ഞാൻ കളക്ട് ചെയ്യുന്ന വണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഭയങ്കര സർപ്രൈസായി. എൻ്റെ കൂടെ ഭയങ്കര ഹാപ്പിയായി. കാരണം വെച്ചാൽ നമ്മൾ കാണാത്ത അല്ലെങ്കിൽ നമ്മൾ ആ ഒരു രീതിയിലുള്ള വണ്ടികൾ വരെ പുള്ളിക്കാരൻ്റെ കയ്യിലുണ്ടായിരുന്നു. പുള്ളിക്കാരനെല്ലാം എന്താ പറയുന്നത് ഒരു ലൈക്ക് എല്ലാം റീസ്റ്റോർ ചെയ്തെടുത്തേക്കുന്ന വണ്ടികളാണ്. അത് കഴിഞ്ഞ് അടുത്ത സെക്ഷൻ ഇട്ടപ്പോഴത്തേനും ഒരു പോർഷയുടെ സെക്ഷൻ. അപ്പം BM പോർഷെ ഈ 2 സെക്ഷനാണ് പുള്ളിക്കാരൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത്. ഞാനത് കണ്ട് ശരിക്കും പറഞ്ഞാൽ ഫ്രീസായിപ്പോയെന്ന് വേണം പറയാൻ. അത് കഴിഞ്ഞ് പുള്ളിക്കാരന് ഇതെടുത്ത് എനിക്ക് തന്നു കഴിഞ്ഞപ്പോൾ എന്താ വെച്ചാൽ ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് പോലും ഇല്ല ആൾ, ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം ഓപ്പൺ ചെയ്തു എനിക്ക് തന്നു. എനിക്കത് എൻ്റെ കയ്യിലോട്ട് വന്നപ്പോൾ ഞാൻ ശരിക്കും ഭയങ്കര ഹാപ്പിയായി. എന്നുവെച്ചാൽ ഇത് പുതിയ ബോക്സാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, സുബിൻ ഇതൊരു പുതിയ ബോക്സാണ്, ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല, ജസ്റ്റ് ഫോട്ടോ എടുക്കാനേ ഓപ്പൺ ചെയ്തിട്ടുള്ളൂ. എന്നു വെച്ചാൽ നിനക്ക് ഓപ്പൺ ചെയ്ത് കാണണം. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് ഓപ്പൺ ചെയ്തൊന്നും കാണണ്ട, ഞാനത് കൊണ്ട് പോവുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, ബ്രോ വളരെ സന്തോഷമുണ്ട് ഞാൻ ഇത്രയും വണ്ടികൾ കാണാൻ പറ്റി. അതിനെന്താ, സുബിൻ എപ്പോൾ വേണമെങ്കിലും ഓൾവേസ് വെൽക്കം, നീ നല്ല ബയറാണ്, സോ നിനക്ക് എപ്പോൾ വേണമെങ്കിലും വെൽക്കമാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഭയങ്കര ഹാപ്പിയായി. പുള്ളിക്കാരൻ്റെ പേഴ്സണൽ നമ്പർ എനിക്ക് ഷെയർ ചെയ്തു. അങ്ങനെ ആ ഒരു കോൺടാക്റ്റ് എനിക്ക് കിട്ടിയ സന്തോഷത്തിൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പതുക്കെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞ് ഞാനത് ഓപ്പൺ ചെയ്തു. അപ്പോൾ രാത്രി അറൗണ്ട് ഒരു 12 മണിയൊക്കെ ആയി കാണും. ഞാൻ അപ്പോഴാണ് ഇത് ഓപ്പൺ ചെയ്യുന്നു, ഭയങ്കര ഹാപ്പി ആയിട്ട്. എന്ന് വെച്ചാൽ എനിക്ക് ഉറങ്ങൊന്നും വേണ്ട, പിറ്റേ ദിവസം ഡ്യൂട്ടിക്ക് പോകേണ്ടതാണ് വെളുപ്പിന് 6 മണിക്ക്. അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. ഞാൻ ഓപ്പൺ ചെയ്തു.
സോ അത്ര എക്സൈറ്റഡ് ആയിട്ട് മേടിച്ചൊരു വണ്ടിയാണിത്. ഇപ്പോഴും ഞാൻ അത്ര എന്താ പറയുന്നത് കെയർഫുള്ളായിട്ട് സൂക്ഷിക്കുന്ന ഒരു മോഡലാണ്. സോ ഏതാണെന്ന് ഞാൻ നിങ്ങളിലേക്ക് പറയുകയാണ്. ഇതിപ്പം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ 1:12 സ്കെയിലിലാണ് ഈ വണ്ടി ഉള്ളത്. 1:12 സ്കെയിലിൽ ഓട്ടോ എന്ന് പറയുന്ന ബ്രാൻഡിലാണ് ആ ഒരു കമ്പനിയാണ് ഈ ഒരു ഡൈകാസ്റ്റ് ചെയ്തേക്കുന്നത്. അത് കൂടാതെ തന്നെ ഇതിലങ്ങനെ ഡോർസ് ഓപ്പൺ ആവും, ബോണറ്റ് ഡിക്കി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ബൂട്ടൊന്നും അങ്ങനെയൊന്നും ഓപ്പൺ ആവുന്നതല്ല. കാരണം വെച്ചാൽ അവരതൊന്നും കൊടുത്തിട്ടില്ല. അവരിത് മാക്സിമം പെർഫെക്ഷനാണ് ചെയ്തേക്കുന്നത്. പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഒറിജിനൽ കളർ ചെറുതാക്കി എടുത്തതുപോലെ അത്ര പെർഫെക്റ്റാണ്. സോ ഇതേത് വണ്ടിയാണെന്ന് ഞാൻ ഇന്ന് പറയാം. ഇത്രയും ലാഗ് ചെയ്യുന്നില്ല, ഏത് വണ്ടിയാണെന്ന് കൂടെ പറയാം. എല്ലാവരുടെയും ഫേവറേറ്റായ, എല്ലാവരുടെയും നെഞ്ചോട് ചേർത്ത് വെച്ചേക്കുന്ന JDM കാർസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ഏതാണ് JDM കാർസ്. എല്ലാവരുടെയും ഫേവറേറ്റാണ്. എന്നേലും ഒരു കാലത്ത് സ്വന്തമാക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു വണ്ടിയാണ്. സോ അത് ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ട് അതിലേക്ക് വരുന്നതല്ല അതിൻ്റെ ഒരു ഭംഗി. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിക്കുന്നു എല്ലാവരുടെയും ഫേവറേറ്റായ JDM കാർസിൽ വരുന്ന ടൊയോട്ട സുപ്ര 1993 മോഡൽ ടൊയോട്ട സുപ്ര റെഡ് കളർ ടെർബോ എഞ്ചിൻ മാർക്ക് 4. ഒരു രക്ഷയില്ലാത്ത പീസാണ്. ഇതിനെപ്പറ്റി എനിക്ക് കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. ഇതിൽ കൂടുതലൊക്കെ ഞാൻ വാക്കുകൾ എങ്ങനെ വർണ്ണിക്കണമെന്ന് എനിക്കറിയില്ല ഗൈസ്. അത്രയ്ക്ക് പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ആ ഒരു ബ്രാൻഡ് അത്ര പെർഫെക്റ്റായിട്ടാണ് ഈ ഒരു വണ്ടി ചെയ്തേക്കുന്നത് വേണം പറയാൻ. അത്ര പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ആ വണ്ടിയുടെ ഒരു പെർഫെക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്കിത് നല്ലവണ്ണം മനസ്സിലാക്കാം. ആ വണ്ടിക്ക് അവർ കൊടുത്തേക്കുന്ന ആ ഒരു പെർഫെക്ഷനും കാര്യങ്ങളും ഇൻറ്റീരിയറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒറിജിനൽ വണ്ടി എന്താണോ അത് തന്നെയാണ് ഇൻറ്റീരിയർ ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൽ നമുക്കൊന്നും ഓപ്പണിങ്ങോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും വരുന്നില്ല. പിന്നെന്ത് പറയാനാ, പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ വിട്ടുപോയി പറയാൻ, ഇതൊരു ലിമിറ്റഡ് എഡിഷൻ മോഡലും കൂടിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിയല്ല, ഈ ഒരു ഡൈകാസ്റ്റ് ആകെ ഈ കമ്പനി ഇറക്കിയേക്കുന്നത് 999 പീസ് മാത്രമാണ്. അതിൽ ഒരു പീസാണിത്. അത് അവരിവിടെ ഓൾറെഡി അവർ ബാഡ്ജ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഇത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 999 പീസിൽ 298ാമത്തെ പീസാണ്. 298 നമ്പർ പീസാണ് ഈ വരുന്നത്. സോ ഞാൻ അതിനും ഭയങ്കര ഹാപ്പിയാണ്. കാരണം വെച്ചാൽ അങ്ങനെ അത്രയും റെയറിൽ നിൽക്കുന്ന ഒരു വണ്ടി എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുമ്പോൾ അതെനിക്ക് എപ്പോഴും അഭിമാനം തന്നെയാണ്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ നമുക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല, നല്ല വെയിറ്റാണ്. അതുപോലെ തന്നെ എന്താ ഇതിനെപ്പറ്റി കൂടുതൽ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇതിൽ കൂടുതലൊന്നും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനില്ല എന്ന് വേണം പറയാനായിട്ട്. നിങ്ങളുടെ എല്ലാം ഫേവറേറ്റ് ആയിരിക്കുമല്ലോ, എൻ്റെയും ഫേവറേറ്റ് ആണ്. സോ ഇതാണ് വണ്ടി. സോ എല്ലാവർക്കും ഒന്നുകൂടെ കാണിക്കുകയാണ്. ഇതാണ് ആ വണ്ടി. ഞാനൊന്നും പറയുന്നില്ല, നിങ്ങൾ ജസ്റ്റ് കണ്ട് മനസ്സിലാക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇതാണ് ആ വണ്ടി. ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സ്കെയിലാണ് എൻ്റെ കയ്യിലുള്ളതിൽ വെച്ചിട്ട്. സോ ഇതാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിച്ച എൻ്റെ വണ്ടി. നിങ്ങൾക്ക് എല്ലാവർക്കും ഫേവറേറ്റാണ്, എനിക്കും ഫേവറേറ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൂടാതെ തന്നെ എൻ്റെ കയ്യിൽ ഇതുപോലെ തന്നെ അത്യാവശ്യം നല്ല കളക്ഷൻസ് വേറെയും ഉണ്ട്. നല്ല ലിമിറ്റഡ് എഡീഷൻസ് ആയിട്ടുള്ള വണ്ടികളുണ്ട്. ഞാൻ നിങ്ങളെ തുടർന്ന് ഉള്ള ദിവസങ്ങളിലെല്ലാം ഞാൻ അത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മെയിനായിട്ട് വേണ്ടത്. തുടർന്ന് ഞാൻ നിങ്ങളെ ഇതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്യും. നല്ല വണ്ടികൾ, അത്യാവശ്യം നല്ല വണ്ടികൾ എന്ന് തന്നെ പറയാം. അത്യാവശ്യം എൻ്റെ കയ്യിലുണ്ട്. അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട്. ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ എവിടെ നിന്ന് കളക്ട് ചെയ്യുന്നു. ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്ന eBay അല്ലെങ്കിൽ ഇവിടെ ഫേസ്ബുക്ക് മാർക്കറ്റൊക്കെ അത്യാവശ്യം നല്ലോണം ആക്റ്റീവാണ്. അങ്ങനെയുള്ളിടത്തു നിന്നാണ് ഞാൻ കളക്ട് ചെയ്യുന്നത് കൂടുതലും. അതുപോലെ തന്നെ ന്യൂ ആയിട്ട് നമ്മൾ മേടിക്കാറുണ്ട്. കൂടുതലും ഞാൻ ഇങ്ങനെയാണ് മേടിക്കുന്നത്. എന്ന് വെച്ചാൽ ഓപ്പൺ ചെയ്യാത്ത ബോക്സസ് ഒരുപാട് പേര് ഇങ്ങനെ eBay വഴി സെല്ല് ചെയ്യുന്നുണ്ട്. അത് അവരുടെ ബിസിനസ്സാണ്. സോ ബട്ട് ഇതെൻ്റെ ഒരു ബിസിനസ് അല്ല, ഇതെൻ്റെ ഒരു കളക്ഷൻസ് ആണ്. സോ ഇത് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുവാണ് ഈ ഒരു വണ്ടി. അതുപോലെ തന്നെ തുടർന്ന് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് ഞാൻ നല്ല വണ്ടികൾ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നതായിരിക്കും. നമ്മൾ ആക്ച്വലി ഈ ഒരു ചാനൽ വഴി ഉദ്ദേശിക്കുന്ന നമ്മൾ ഈ വീഡിയോസ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ 2 ദിവസം ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എല്ലാ വീക്കിലും 2 ദിവസം വെച്ചിട്ടാണ് വീഡിയോ ഇടാൻ ഉദ്ദേശിക്കുന്നത്. എന്നുവെച്ചാൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ
സമയത്തിൻ്റെ പരിമിതികളുണ്ട്. എന്നാലും നിങ്ങളിലേക്ക് ഞാൻ റീച്ച് ചെയ്യാനായിട്ട് ഞാൻ ആഴ്ച 2 ദിവസം ആണ് ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കുന്നത്. ആ 2 ദിവസങ്ങളിലായിരിക്കും എൻ്റെ വീഡിയോസ് പോപ്പ് ചെയ്യുന്നത്. അത് ഒന്നിൽ വെനസ്ഡേ അല്ല തേഴ്സ്ഡേ വീഡിയോസ് ഞാൻ എടുക്കും, എന്നിട്ട് സൺഡേ പോസ്റ്റ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു, തുടർന്നും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നിങ്ങളെല്ലാവരും മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ മാക്സിമം അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ലൈക്കും കാര്യങ്ങളും എല്ലാം നിങ്ങൾ ചെയ്യുക. മറക്കരുത്, ഇതുപോലുള്ള വെറൈറ്റി സാധനങ്ങൾ ഇനിയും എൻ്റെ കളക്ഷൻസിലുണ്ട്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള വണ്ടികൾ താല്പര്യമുണ്ട്, മേടിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ തപ്പി നോക്കാം. കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് തരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ കൊറിയർ ചെയ്ത് തരാൻ പറ്റും. ശ്രമിച്ചു നോക്കാം. അങ്ങനെ ഞാൻ ഓപ്ഷൻസ് ഞാൻ നിങ്ങളോട് പറയുകയാണ്. എന്ന് വെച്ചാൽ നാട്ടിൽ എല്ലാവർക്കും ഒരുപാട് നല്ല കളക്ഷൻസ് കിട്ടാറില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് കിട്ടാറില്ല എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഇതുപോലുള്ള വണ്ടികൾ താല്പര്യമാണെങ്കിൽ ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാവുന്നതായിരിക്കും. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. ബൈ. സൈൻ ഓഫ്.